മൈസൂർ ബോർഡറിൽ ഒരു എസ്റ്റേറ്റിൽ മക്കളും മല്ലികയുമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എറണാകുളത്താണ് താമസം. അവിടെ അദ്ദേഹത്തിന് സുഖമില്ല, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോൾ എന്നോട് ചോദിച്ചോടാ, ഒരു സുഖത്ത് വലിക്കുക എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങി വാ, വന്ന് കഴിയുമ്പോൾ നമുക്ക് വലിക്കാത്തൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിപ്പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വളരെ മോശമായ ഒരു ന്യൂസാണ് കിട്ടിയത്. അവൻ നമ്മളിൽ നിന്ന് പിരിച്ചുപോയി. എന്തുമാവട്ടെ, ശോഭനെ പറ്റി പറഞ്ഞാലും സുകുമാരനെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇവരെല്ലാം പോയത് അവരവരുടേതായ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടാണ് ഈ രംഗത്ത് നിന്ന് പിരിഞ്ഞു പോയത് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ മതിച്ചേട്ടനും ഞാനും ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും മിക്കവാറും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം അവർക്ക് സ്വർഗീയ സ്ഥാനം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ കിട്ടാമത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ഒരു സിംഹാസനം അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ ചെന്നിട്ട് കാണാം എന്ന് പറയാനൊക്കെ ഉള്ളൂ.